അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1381. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന സ്വദഖത, നിശ്ചയമായും സ്വദഖ, ദാനധർമ്മം, ലതുത്ഫിഉ ഗളബ റബ്ബി, അത് റബ്ബിന്റെ കോപത്തെ അത് കെടുത്തിക്കളയും. വതദ്ഫഉ മീതത സൂ, അത് ചീത്ത മരണത്തെ അത് തടയും. ദാനധർമ്മം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ് രഹസ്യമായി ധർമ്മം ചെയ്യുക. ഒരാളും അറിയാതെ നാം ചെയ്യുന്ന ധർമ്മം അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അതേസമയത്ത് നമ്മൾ നൽകും, അത് നമ്മളെടുത്തു പറയും, അതുകൊണ്ടൊരു ഫലമില്ല, അതൊക്കെ ശൂന്യമായി പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നാം രഹസ്യമായി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു അമലാണ്. നാം റബ്ബിൻ്റെ കോപത്തിനിരയായിട്ടുണ്ടെങ്കിൽ വരെ ആ കോപത്തെ അത് കെടുത്തിക്കളയുമെന്നാണ്. നമ്മുടെ പാപങ്ങൾ കാരണം, നാം ചെയ്ത് കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം അള്ളാഹുവിൻ്റെ ഗളബ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ഗളബിനെ വരെ അത് ഇല്ലാതെയാക്കുമെന്നാണ് ദാനധർമ്മം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് ആഖിബത്ത് നന്നായി കിട്ടുക, നല്ല നിലക്ക് യാത്ര പറയുക. ആ മോശമായ മരണത്തെ തൊട്ട് ചീത്തയായ മരണത്തെ ഇല്ലാതെയാക്കാനും അവൻ്റെ ദാനധർമ്മം അതിന് കാരണമാകുമെന്നാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉള്ളതിനനുസരിച്ച് നാം ദാനധർമ്മം വർദ്ധിപ്പിക്കണം. ഇതിൽ നിർബന്ധമായ സക്കാത്ത് ഉൾപ്പെടുന്നുണ്ട്. അതോടുകൂടെ സുന്നത്തായ സ്വതക്കയും നാം ധാരാളം വർദ്ധിപ്പിക്കുകയും പാവപ്പെട്ടവരെ, കുടുംബത്തിലോ അയൽവാസികളിലോ മറ്റോ ഒക്കെയുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്ക, ദാനധർമ്മം ശീലമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.